ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 63. ഗോവർദ്ധനോദ്ധാരണം. ദൃശിരേ കില തൽക്ഷണമക്ഷത സ്തനിതജൃംഭിത കമ്പിത ദിക്തട സുഷമയാ ഭവദംഗതുലാം ഗത വ്രജപദോ പരിവാരിധരാ ത്വയാ. തൽക്ഷണം കില ത്വയാ വ്രജപദോപരി. തൽക്ഷണം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വ്രജത്തിന്റെ മുകളിൽ അക്ഷത സ്ഥനിത ജൃംഭിത കമ്പിത ദിക്തട. അക്ഷതം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഇടതടവില്ലാതെ ശക്തമായ ഇടിമുഴക്കത്താൽ സ്ഥനിതം എന്ന് പറഞ്ഞാല് ഇടിമുഴക്കം. ജൃംഭിത കമ്പിത ദിക്തട ദിക്കുകളെ വിറപ്പിച്ചുകൊണ്ട്. കമ്പിതം എന്ന് പറഞ്ഞ വിറപ്പിച്ചുകൊണ്ട്. ദിക്കുകളെ ദിക്തട. സുഷമയാ ഭവദംഗതുലാം ഗതാഹ വാരിധരാഹ ദദൃശിരേ. സുഷമ എന്ന് പറഞ്ഞാൽ ഭംഗി. ഭംഗി കൊണ്ട് അങ്ങയുടെ ശരീരത്തിന്റെ നിറത്തിന് തുല്യമായ മേഘങ്ങൾ. ഭഗവാന്റെ ശരീരത്തിന്റെ നിറം ഉപമിക്കാറുള്ളത് കൊണ്ടൽ നേർവർണ്ണൻ എന്നൊക്കെയാണ്. കൊണ്ടൽ എന്ന് പറഞ്ഞാൽ കാർമേഘം. കാർമേഘത്തിന്റെ നിറമുള്ള മേഘങ്ങള് ആകാശത്തു വന്ന് നിറയുന്നത് ദൃശ്യരെ കാണപ്പെട്ടു. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. വിപുലകരകമിശ്രൈ തോയധാരാനിപാതൈ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിത ഹരികൃതന്ന പാഹി പാഹീതി തേഷാം വചനമചിത ശൃണ്വൻ മാ ബിഭീതിത്യഭാണി. വിപുലകരകമിശ്രൈഹി തോയധാരാനിപാതൈഹി. വലിയ ആലിപ്പഴങ്ങളോടുകൂടി ഇടമുറിയാത്ത ധാരധാരയായി മഴ പെയ്തു. ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ. എല്ലാ ദിക്കിലും ദിശി ദിശി എന്ന് പറഞ്ഞാൽ ദിക്കുകളിലൊക്കെ ഗോപന്മാർ. പശുപാനാം എന്ന് പറഞ്ഞാൽ ഗോപന്മാർ മുഴുവൻ വിഷമിച്ച്. ഗോപന്മാർ മുഴുവൻ വിഷമിച്ച് കഷ്ടത്തിലായപ്പോൾ. ദണ്ഡ്യമാനേ കഷ്ടപ്പെട്ടപ്പോൾ, ദണ്ഡനം അനുഭവിച്ചപ്പോൾ. കുപിത ഹരികൃതാന്ന പാഹി പാഹി. കോപിഷ്ഠനായ ഹരി. ഇവിടെ ഹരി എന്ന് പറഞ്ഞാൽ ഭഗവാനെയല്ല ഉദ്ദേശിക്കുന്നത്, ദേവേന്ദ്രനാണ്. കുപിതൻ. ദേവേന്ദ്രന് കോപം വന്നു. ദേവേന്ദ്രന് കോപം വന്നത് എന്തുകൊണ്ടാണ്? എല്ലാ വർഷവും നടത്തിയിരുന്ന ഇന്ദ്രയാഗത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ മുടക്കി. ദേവേന്ദ്രനൊന്നുമല്ല യാഗം ചെയ്യേണ്ടത്. യാഗം ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഈ ഗോവർദ്ധനത്തിനാണ്. ഗോവർദ്ധനമാണ് മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നത്, അല്ലാതെ ദേവേന്ദ്രനൊന്നുമല്ല. ഇന്ദ്രന് യാഗം ചെയ്തിട്ടാണ് മഴ പെയ്യുന്നതെങ്കിൽ വനത്തിലും കടലിലുമൊക്കെ ആരാണ് യാഗം ചെയ്യുന്നത്? അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് ഭഗവാൻ അതിനെ ന്യായീകരിച്ചു. അതറിഞ്ഞിട്ട് ദേവേന്ദ്രന് കോപം വന്നു. അങ്ങനെ കുപിത ഹരികൃതാന്ന. അങ്ങനെ കോപിഷ്ഠനായ ദേവേന്ദ്രനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും. നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പാഹി പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിച്ചാലും. ഇത് തേഷാം വചനം ശൃണ്വൻ. അവരുടെ വാക്കുകളെ കേട്ടിട്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ള അവരുടെ, തേഷാം അവരുടെ, ഗോപന്മാരുടെ വചനം ശൃണ്വൻ. വചനം വാക്കുകൾ കേട്ടിട്ട്. അജിത മാ ബിഭീത ഇതി അഭാണീഹി. ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത ഭഗവാൻ. അതാണ് അജിതൻ, ജയിക്കാൻ പറ്റാത്തവൻ. ഭഗവാനെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് അങ്ങ് പറഞ്ഞു. മാ ബിഭീത. മാ എന്ന് പറഞ്ഞ അരുത്, പേടിക്കരുത്. ബിഭീത ഇതി അഭാണീഹി പറഞ്ഞു എന്ന് അങ്ങ് പറഞ്ഞു. പേടിക്കണ്ട. മാ എന്ന് പറഞ്ഞ അരുത്. ബിഭീത പേടിക്കണ്ട, അല്ലെങ്കിൽ പേടിയരുത് എന്ന് ഭഗവാൻ ആശ്വസിപ്പിച്ചു. അടുത്ത ശ്ലോകം നോക്കാം. കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോ വിഹതി മിഹിത കോനുവ സംശയോസ്മിൻ ഇതി സഹസിതവാദി
ദേവഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമൂലോ മൂലതോ ബാലദോർഭ്യാം ഇഹ കുലഗോത്രഃ ഖലു ദൈവതം. ഈ ഗോപകുലത്തിന് പർവ്വതം തന്നെയാണല്ലോ പരദേവത. ഇഹ ഗോത്രശത്രോः വിഹതിം സഹ രുന്ധ്യാത് വിഹതിമിഹ സരുന്ധ്യാത്. ഇഹ ഗോത്രശത്രോः വിഹതിം സഹ രുന്ധ്യാത്. പർവ്വതങ്ങളുടെ ശത്രുവായ ഗോത്രശത്രു ഇന്ദ്രനിൽ നിന്നുണ്ടായ ഉപദ്രവങ്ങളെ പർവ്വതം തടയും. പർവ്വതങ്ങൾക്ക് ദേവേന്ദ്രൻ പണ്ടേ ഒരു ശത്രുവാണ്. കാരണം പണ്ട് കാലത്ത് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നുകൊണ്ട് എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ പർവ്വതം ഇടയ്ക്ക് പറന്ന് വേറൊരു സ്ഥലത്ത് പോയിരുന്നാൽ എന്താണ് പറ്റുക? ആ പ്രദേശത്തുള്ള ജീവജാലങ്ങളെല്ലാം പർവ്വതം ചെന്നിരിക്കുന്നതിന് കീഴിൽപ്പെടുന്ന ജീവജാലങ്ങളെല്ലാം ചത്തുപോകും. അത് വലിയ ബുദ്ധിമുട്ടായി തീർന്നപ്പോൾ ദേവേന്ദ്രൻ ഈ പർവ്വതങ്ങളുടെ എല്ലാം ചിറകുകൾ അരിഞ്ഞു. അന്നു മുതൽ പർവ്വതങ്ങൾക്ക് ദേവേന്ദ്രനോട് ദേഷ്യമാണ്. അവർക്ക് ഉണ്ടായിരുന്ന ചലനശക്തി ഇല്ലായ്മ ചെയ്തവനല്ലേ. അപ്പോ അങ്ങനെ ഒരു ദേഷ്യം കൂടെ അവർക്കുണ്ട്. ഇഹകുല ഗോത്ര ഖലു ദൈവതം. ഈ ഗോകുലത്തിന് പർവ്വതം തന്നെയാണല്ലോ പരദേവത. ഇഹ ഗോത്രശത്രോഹോ വിഹതിം സഹ രുന്ധ്യാത്. പർവ്വതങ്ങളുടെ ശത്രുവായ ഗോത്രശത്രു ഇന്ദ്രനിൽ നിന്നുണ്ടായ ഉപദ്രവങ്ങളെ പർവ്വതം തടയും. അസ്മിൻ വഹ കഹാനു സംശയഃ ഇതി ഹസിതവാദി. കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് സംശയം എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അങ്ങ് ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതം ബാലദോർഭ്യാം മൂലതഃ ഉദമുമൂലഃ. തൻ്റെ ഇളം കൈകളാൽ ഗോവർദ്ധന പർവ്വതത്തെ കടയോടെ പറിച്ചെടുത്തു. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് സഹസിതവാദി ചിരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞു. പറയുന്നതിനോടൊപ്പം ആ ഗോവർദ്ധന പർവ്വതത്തെ തൻ്റെ ഇളം കൈകളിലെ ഒരു വിരലിൽ ഉയർത്തി നിർത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. തദനു ഗിരിവരസ്യ പ്രോധൃതസ്യ താവൽ സിഗതില മൃദുദേശേ ദൂരതോ വാരിതാപേ പരികര പരിമിശ്രാൻ ധേനുഗോപാനധസ്താൽ ഉപനിദധദധ ഹസ്തപദ്മേന ശൈലം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തദനു താവത് പ്രോധൃതസ്യ അസ്യ ഗിരിവരസ്യ അധസ്താത്. ഉയർത്തിപ്പിടിച്ച ആ പർവ്വതത്തിന്റെ ചുവട്ടിൽ ദൂരതഃ വാരിതാപേ സികതില മൃദുദേശേ. ദൂരെ വെച്ച് തന്നെ തടയപ്പെട്ട മഴവെള്ളം. വാരി മഴവെള്ളം. ദൂരെ വെച്ച് തന്നെ തടയപ്പെട്ട മഴവെള്ളം തീരെ കടക്കാത്ത വിധത്തിൽ മിനുസമായ മണൽ പ്രദേശത്ത് പരികര പരിമിശ്രാൻ ധേനുഗോപാൻ ഉപനിദധത്. എല്ലാ ഗൃഹോപകരണങ്ങളോടും പശുക്കളോടും കൂടി വന്ന ഗോപന്മാരെ ചേർത്തു നിർത്തിയ അങ്ങ് ഹസ്തപത്മേന ശൈലം അധദ്ധാഹ. താമരപ്പൂ പോലുള്ള കുഞ്ഞിളം കൈകൊണ്ട് പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഭവതി വിധൃതശൈലേ ബാലികാഭിർവയസ്യൈ അഭിവിഹിത വിലാസം കേളിലാപാതിലോലേ സവിധമിളിതധേനു ഏകഹസ്തേന കണ്ടു യതി സതി പശുപാല തോഷമൈഷന്ത സർവേ. ഭവതി വിധൃതശൈലേ. അങ്ങ് പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു നിന്ന് ബാലികാഭിഹി വയസ്യൈഹി അപി വിഹിതവിലാസം കേളിലാപാതിലോലേ. ഗോകുലത്തിലെ ബാലികമാരോടും സമപ്രായക്കാരോടും കളികളിലും നേരം പോക്ക് പറയുന്നതിൽ താല്പര്യമുള്ളവനായും സവിധമിളിതധേനൂഹു ഏകഹസ്തേന കണ്ടൂയതി സതി. അടുത്തു വന്നു നിന്ന പശുക്കളെ ഒരു കൈകൊണ്ട് ചൊറിഞ്ഞു കൊടുത്തുകൊണ്ടും, കണ്ടൂയതി എന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞു കൊടുക്കുക, അങ്ങനെ നിൽക്കവേ, സതി എന്ന് പറഞ്ഞ ആ സമയത്ത്
സർവേ പശുപാലാഹ തോഷമൈഷന്ത. എല്ലാ പശുപാലന്മാരും സന്തോഷത്തെ പ്രാപിച്ചു. ഒരു കൈകൊണ്ട് പർവ്വതത്തെ പൊക്കിപ്പിടിച്ചിരിക്കുന്ന ഭഗവാൻ ഗോകുലത്തിലെ ബാലികമാരോടും ബാലന്മാരോടും സമപ്രായക്കാരായ ഗോപന്മാരോടുമെല്ലാം കളിയിൽ ഏർപ്പെടുകയും നേരം പോക്കുകൾ പറഞ്ഞു ചിരിക്കുന്നതിലുമെല്ലാം വ്യാപൃതനാവുകയും ചെയ്തു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഭഗവാൻ ഒരു ക്ഷീണവുമില്ല, അനായാസമാണ് ഈ പർവ്വതം പൊക്കിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഭാരമുള്ള ഒരു സാധനം കയ്യിലിങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കളിയിൽ ഏർപ്പെട്ട് നർമ്മ സല്ലാപങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ സാധിക്കുമോ? അതുമാത്രമല്ല, പശുക്കുട്ടികളും പശുക്കളും ഒക്കെ അടുത്തൂടെ വന്നാൽ ഭഗവാൻ അവർക്ക് ചൊറിഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അനായാസമായ ഒരു നിൽപ്പായിരിക്കണം നിൽക്കുന്നത്. ഒരു വിഷമവുമില്ലാതെയാണ് ഭഗവാൻ ഈ പർവ്വതത്തെ പൊക്കിപ്പിടിച്ചത്. അല്ലെങ്കിൽ തന്നെ ഭഗവാൻ എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുക? ഭഗവാൻ പണ്ട് പാലാഴി കടയുമ്പോൾ മന്ദരപർവ്വതത്തെ ഉയർത്താനായിട്ട് ആമയുടെ രൂപം ധരിച്ചവനല്ലേ. അതിനിടയിൽ തൻ്റെ അടുത്തു വന്ന് തന്നെ മുട്ടിയുരുമ്മി നിൽക്കുന്ന പശുക്കളെയും ഒരു കൈകൊണ്ട് ചൊറിഞ്ഞു കൊടുത്തുകൊണ്ട് നിന്നു. ഇത് കണ്ടപ്പോൾ ഗോപന്മാരെല്ലാം സന്തോഷിച്ചു. പർവ്വതം ഭഗവാന്റെ കയ്യിൽ നിന്നും താഴെ വീഴുമോ എന്ന ഭയം അവർക്ക് അശേഷം ഉണ്ടായില്ല. അടുത്ത ശ്ലോകം നോക്കാം. അതിമഹാൻ ഗിരിരേഷതുവാമകേ കരസരോരുഹിതം ധരതേ ചിരം കിമിദമത്ഭുതമദ്രിബലം നിധി ത്വദവലോകിഭിരാഗധി ഗോപഗൈ. ഗിരിഹി അതിമഹാൻ യേഷഃ തു തം. വളരെ വലുതായ ആ ഗോവർദ്ധന പർവ്വതത്തെ അങ്ങ് വാമകേ കരസരോരുഹി, ഇടതു കൈകൊണ്ട്. സാധാരണ ഭാരം കൂടിയ വസ്തുക്കളെല്ലാം നമ്മൾ വലത് കൈ കൊണ്ടാണ് എടുക്കുക. ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇടത് കൈ കൊണ്ട് എടുത്തു എന്ന് പറഞ്ഞത്. ചിരം ധരതേ, തുടർച്ചയായി ധരിച്ചിരിക്കുന്നു. കിം അത്ഭുതമിതം, ഇത് എന്തൊരത്ഭുതമാണ്. അദ്രിബലം നു, ഇത് പർവ്വതത്തിന്റെ ശക്തിയായിരിക്കുമോ. ഇത് ത്വദവലോകിഭിഹി, പ്രകാരമെല്ലാം അങ്ങയെ നോക്കിക്കൊണ്ട് ഗോപകൈഹി ആഗധി, ഗോപകന്മാർ പറഞ്ഞു. ഈ പർവ്വതം വളരെ വലുതാണ്. കൃഷ്ണൻ ആകട്ടെ വളരെ ചെറിയ ഒരു ബാലനും. കൃഷ്ണൻ പർവ്വതത്തെ ഇടതു കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച് വളരെ നേരമായി നിൽക്കുന്നു. എന്തൊരത്ഭുതമാണ്. ഇത് പർവ്വതത്തിന്റെ ശക്തിയായിരിക്കുമോ. പ്രകാരം കൃഷ്ണനെ തന്നെ നോക്കി നിൽക്കുന്ന ഗോപന്മാർ പറഞ്ഞു. ഗോവർദ്ധനത്തിന് ആകാശത്തിൽ ഉയർന്നു നിൽക്കാൻ കഴിവുണ്ടോ? ഗോവർദ്ധനത്തിന്റെ കഴിവാണോ ഭഗവാന്റെ കഴിവാണോ എന്നവര് സംശയിച്ചു. തങ്ങളുടെ പൂജ കൊണ്ട് അപ്രകാരം ശക്തി പർവ്വതം നേടിയോ എന്നും മറ്റും അവർ സംശയിച്ചു. അടുത്ത ശ്ലോകം നോക്കാം. അഹഹധാർഷ്ട്യമമുഷ്യവടോർഗിരിം വ്യധിതബാഹുരസാവരോഭയേത് ഇതി ഹരിസ്ത്വയി ബദ്ധവിഗർഹണോ ദിവസ സപ്തകമുഗ്രമവർഷയ. അഹഹ അമുഷ്യവടോഹോ ധാർഷ്ട്യം. ഇന്ദ്രൻ ഇത് കണ്ടു പറഞ്ഞു, ഓഹോ, നോക്കുന്ന ബാലന്റെ ഒരു അഹങ്കാരമേ. വ്യധിതബാഹു അസൗ അവരോപയേത്, കൈ കഴയ്ക്കുമ്പോൾ അവൻ ഇത് താഴെ ഇറക്കി വെക്കും. വ്യധിതബാഹു, വ്യധിതം കൈക്ക് വേദനയുണ്ടാവുക. അസൗ അവരോപയേത്, അത് താഴെ വെച്ചോളും. ഇതി ഹരിഹി ത്വയി ബദ്ധവിഗർഹണഃ ദിവസ സപ്തകം ഉഗ്രം അവർഷയത്. പ്രകാരം ചിന്തിച്ചുകൊണ്ട് ഇന്ദ്രൻ അങ്ങയെ നിന്ദിക്കുവാനായി 7 ദിവസം അതിശക്തമായി മഴ പെയ്യിച്ചു. കൃഷ്ണൻ ഇപ്രകാരം പർവ്വതം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ട് ഇന്ദ്രൻ പറഞ്ഞു, ഈ ബാലന്റെ അഹങ്കാരം കാണൂ. ഒറ്റ കൈകൊണ്ട് ഈ പർവ്വതവും താങ്ങി പിടിച്ച് നിൽക്കുന്നു. കൈ കഴിക്കുമ്പോൾ അവൻ ഇത് താഴെ വെച്ചുകൊള്ളും. ഇന്ദ്രൻ ഇപ്രകാരമെല്ലാം കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ച് ഗംഭീരമായി മഴ പെയ്യിച്ചു. താൻ ഇന്ദ്രനാണെന്നും കൃഷ്ണൻ ഒരു മനുഷ്യ ശിശുവാണെന്നുമുള്ള കാര്യം കൂടി ഇന്ദ്രൻ മറന്നു. മനുഷ്യബാലന്മാരെ കൊണ്ട് ചെയ്യാനാവാത്ത കാര്യമാണ് കൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. അതിനാൽ കൃഷ്ണൻ സാധാരണ മനുഷ്യബാലനാവാനിടയില്ല എന്നെല്ലാം ചിന്തിക്കാൻ കൂടി ഇന്ദ്രന് കഴിഞ്ഞില്ല. ദേവപദാത്പദം
ഗളിത സർവജലേ ച ഘനോത്കരേ അപഹൃതേ മരുതാഗരുതാംബതി ത്വദഭിശങ്കിതധീ സമുപാദ്രവ. ദേവാ ത്വയി പദാത്പദമചലതി. ഹേ ദേവാ, അങ്ങൊരു കാലിൽ നിന്നും മറ്റേ കാലിലേക്ക് മാറുന്നതല്ലാതെ ചലിക്കാത്തവനായിട്ട്, ഒട്ടും ചലിക്കാതെ ഒരു കാല് മാറ്റി വെക്കുക പോലും ചെയ്തില്ല, നിന്ന നിൽപ്പിൽ നിൽക്കുകയാണ്. ഗളിത സർവജലേ ഘനോത്കരേ മരുതാ അപഹൃതേ ച. മേഘങ്ങളിലുള്ള ജലമെല്ലാം പെയ്തു തീരുകയും മേഘങ്ങളെ കാറ്റ് അടിച്ചുകൊണ്ടുപോവുകയും ചെയ്തപ്പോൾ മരുതാംപതിഹി ത്വദഭിശങ്കിതധീഹി സമുപാദ്രവത്. അങ്ങയിൽ ഭയം തോന്നി ശങ്കിച്ച് ദേവേന്ദ്രൻ ഓടിപ്പോയി. ബാലനായ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഒറ്റ കൈകൊണ്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് അനങ്ങാതെ നിന്നു. ഒറ്റക്കാലിലാണ് ഭഗവാൻ നിൽക്കുന്നത്. മേഘങ്ങളിലെ മഴജലമെല്ലാം പെയ്തു കഴിഞ്ഞതോടെ ബാക്കി മേഘങ്ങളെ കാറ്റടിച്ചു കൊണ്ടുപോയി. മരുത്തുക്കളുടെ പതിയായ ദേവേന്ദ്രൻ ഭഗവാനെ ഭയപ്പെട്ട് അവിടം വിട്ടുപോയി. ഭഗവാൻ ഒരു കാല് ഭൂമിയിൽ ഊന്നി മറ്റേ കാല് പിണച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തില് ഭാരം ഒറ്റക്കാലിലാണ്. എന്നാൽ ഭഗവാൻ ഒരു ക്ഷീണവും വിഷമവും തളർച്ചയും ഉണ്ടായില്ല. 7 ദിവസമാണ് അങ്ങനെ ഭഗവാൻ നിന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ശമമുപേയുഷി വർഷഭരേ തദാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. തഥാ വർഷഭരേ ശമമുപേയുഷി. അപ്പോൾ പെരുമഴ ശമിക്കുകയും പശുപധേനുകുലേ ച വിനിർഗതേ. ഗോക്കളും ഗോപന്മാരും പുറത്തു വരികയും ചെയ്തപ്പോൾ വിഭോ ഭുവി സമുപാഹിത ഭൂധരഃ ത്വം. വിഭോ അല്ലയോ ഭഗവാനെ, ഗോവർദ്ധന പർവ്വതത്തെ സമുപാഹിത ഭൂധര, ഭൂധര എന്ന് പറഞ്ഞ പർവ്വതം, ഭൂമിയിൽ ഇറക്കി വെച്ച അങ്ങയെ പ്രമുദിതൈഹി പശുപൈഹി പരിരേഭിഷേ. ഗോപന്മാരെല്ലാം വളരെ സന്തോഷത്തോടെ പരിരേഭിഷേ ആലിംഗനം ചെയ്തു. ഇന്ദ്രനാൽ തീർക്കപ്പെട്ട വലിയ മഴ ഒന്ന് ശമിക്കുകയും, അതായത് ഇന്ദ്രന് സ്റ്റോക്ക് ഉണ്ടായിരുന്ന മേഘങ്ങളെല്ലാം പെയ്തു കഴിഞ്ഞു. മഴയ്ക്കുള്ള പരിശ്രമം ഉപേക്ഷിച്ച് ഇനിയും മഴ പെയ്യിച്ചു തോപ്പിക്കാന് ഇന്ദ്രന് സാധിക്കില്ല എന്ന ഘട്ടം വന്നപ്പോൾ മഴമേഘങ്ങൾ ഗോകുലത്തിൽ നിന്നും പിൻവാങ്ങി. ഗോപന്മാരെല്ലാം തങ്ങളുടെ സാധന സാമഗ്രികളും പശുക്കളെയും കൂട്ടി പർവ്വതത്തിനടിയിൽ നിന്നും പുറത്തു വന്നു. ഭഗവാൻ പർവ്വതത്തെ സാവധാനം പൂർവസ്ഥാനത്ത് ഇറക്കി വെക്കുകയും ചെയ്തു. ഇത് കണ്ടതോടെ ഗോപന്മാരും ഗോക്കളുമെല്ലാം വളരെ സന്തോഷിച്ചു. കൃഷ്ണനെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ധരണിമേവ പുരാധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ കശ്രമ ഇതി നുദസ്ത്രിദശൈർമരാപതേ ഗുരുപുരാലയ പാലയ മാം ഗതാത്. പുരാധരണിമേവ ധൃതവാനസി. പണ്ട് അങ്ങ് ഭൂമിയെ തന്റെ തേറ്റമേൽ ഉദ്ധരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഹിരണ്യാക്ഷൻ കൊണ്ടുപോയ ഭൂമിയെ ഭഗവാൻ പന്നിയായി അവതരിച്ച് തേറ്റമേൽ പൊക്കിക്കൊണ്ടുവന്ന കഥ നമ്മൾ മുമ്പ് കേട്ടല്ലോ. ക്ഷിതിധരോദ്ധരണേ തവ കശ്രമ. ഭൂമി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന അങ്ങയ്ക്ക് ഈ ഭൂമിയിലുള്ള ഒരു ചെറിയ പർവ്വതം, അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉയർത്തിപ്പിടിക്കുവാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? കശ്രമ, വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഒരു പർവ്വതത്തെ ഉയർത്തുക എന്നത് അത്ര ശ്രമകരമായ കാര്യമൊന്നുമല്ല. ഇതി ത്രിദശൈഹി നുതഃ കമലാപതേ ഗുരുപുരാലയ മാം ഗതാത്പാലയ. ഇപ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായ ലക്ഷ്മി ദേവിയുടെ പതിയായ ഹേ ഗുരുവായൂരപ്പ, എന്റെ രോഗങ്ങളെ അകറ്റി രക്ഷിക്കണമേ. ഈ ദേവസ്തുതി ഒരു സ്വതന്ത്ര കൽപ്പനയാണ്, മൂലത്തിലില്ല, അതായത് ഭാഗവതത്തിൽ ഇല്ലാത്തതാണ്. നെൽപ്പത്തൂര് സ്വയം ചേർത്തതാണ്. ത്രിദശൈഹി നുത
ഋതശൈ എന്ന് പറഞ്ഞാൽ ദേവന്മാരങ്ങനെ സ്തുതിച്ചതായിട്ട് മേൽപ്പത്തൂര് ഇതിൽ ചേർത്തതാണ്. അങ്ങ് പണ്ട് വരാഹാവതാരം എടുത്തപ്പോൾ തൻ്റെ തേറ്റമേൽ ഭൂമിയെ വച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ആ അങ്ങയ്ക്ക് ഭൂമിയുടെ ഒരു ഭാഗം മാത്രമായ പർവ്വതത്തെ കയ്യിൽ ഉയർത്തിപ്പിടിക്കുക എന്നതൊന്നും അത്ര ശ്രമകരമായ കാര്യമല്ലല്ലോ. പ്രകാരം ദേവന്മാരെല്ലാം കൂടി ഭഗവാനെ സ്തുതിച്ചു. ലക്ഷ്മീപതിയായ ഹേ ഗുരുവായൂരപ്പ, എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.